ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ചേച്ചിയുടെ അടുത്തേക്ക് വന്നിരിക്കും. ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ ചേച്ചിയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചേച്ചിയുടെ കൂടെ പോകാൻ വേണ്ടി ചേച്ചിയുടെ അടുത്തേക്ക് വന്നിരിക്കും. നിവി ചേച്ചി ഞങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി വന്നിരിക്കുന്നുണ്ട്. ഇപ്പോൾ തണവൊക്കെ ചെറുതായി സ്റ്റാർട്ടായി തുടങ്ങി ഈ വെയിൽ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ വേഷം ഇട്ടിരിക്കുന്നത്. ഇതേ പുണ്യോടെ സെറ്റ്. അപ്പോൾ എപ്പോഴാണ് പരിപാടി? 4 മണിക്ക് ചേച്ചി ഇവിടെ നിന്ന് പോകുന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഒരു 3:30 ആയപ്പോഴേക്ക് എത്തി ഇവിടെ. ചേച്ചിയുടെ അടുത്ത് പോയിട്ടില്ല. ചേച്ചിയുടെ അടുത്ത് പോയിട്ട് നമുക്ക് ചേച്ചിനെ കാണാം കേട്ടോ. അപ്പം ഞാൻ ഇതിലും പറയില്ലേ? അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അൽനാദയിലാണ് ചേച്ചി താമസിക്കുന്നത്. അൽനാദയിൽ തന്നെയല്ല ചേച്ചിയുടെ ഇതും വരും. അൽനാദയിൽ തന്നെയാണ് ചേച്ചിയുടെ യോഗ സെന്റർ. ചേച്ചി പൂച്ച ഇത് ചേട്ടാ ഞാൻ പറഞ്ഞു കൊടുത്തേ. എന്ത്? പേർഷ്യൻ കാറ്റ്. പേർഷ്യൻ കാറ്റ് രസമുണ്ടല്ലേ? ആ ചേച്ചി, ആ ഒരായി പറഞ്ഞോ ചേച്ചി, 2 വാക്ക് പറഞ്ഞോ. ബാക്കി സ്റ്റേജിലല്ലേ? ബാക്കി സ്റ്റേജിലല്ലേ? സ്റ്റേജിൽ കാണാം. ചേച്ചിയുടെ മോന്റെ കൃഷ്ണൻ എന്നാണ് മോന്റെ പേര്. മോന്റെ സമ്മാനങ്ങളാണ് ഇരിക്കുന്നത്. ചേച്ചി മോൻ ഏതാണ്? അല്ല ചേച്ചി ഇപ്പൊ അടുത്ത കാലത്ത് കിട്ടിയത് മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ പെട്ടിട്ടുള്ളിലാണ്. അപ്പൊ ഇതില് കരാട്ടയുടെ കുറച്ച് വലുതായപ്പോ ഉള്ള കരാട്ടയുടെ കിക്ക് ബോക്സിംഗിന്റെയാണ് ഇതിനകത്ത്. ചേച്ചിയുടെ ചെറുപ്പം. ചേച്ചിയുടെ മോനും ചേച്ചിയുടെ ചെറുപ്പം. എല്ലാം സെറ്റ്. അത് സിദ്ധിയുടെ വൈഫാട്ടാ ഈ കാണുന്നത്. ഓക്കെ, പേര് പറഞ്ഞൊന്ന്. ആ ഓക്കെ. അന്ന് കല്യാണത്തിനാണ്ടാലോ, പിന്നെ ഇപ്പോഴല്ലേ കാണുന്നത്. അപ്പൊ ഗൈസ്, നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഗ്ലോബൽ വില്ലേജിക്ക്. ചേച്ചി വണ്ടി എടുക്കാൻ പോണ്. അപ്പൊ ചേച്ചി വണ്ടി എടുക്കാൻ പോണ്. ബാക്കിൽ എല്ലാരും ഉണ്ട്. അതെ ഗൈസ്, അഗദീർ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറന്റ്. പലഹാരൊക്കെ ഐറ്റംസ് ഇട്ട മാനേജർ. ഓക്കെ, പലഹാരങ്ങൾ ഇട്ട ചേച്ചി സ്ഥിരം കഴിക്കുന്ന പലഹാരങ്ങളൊക്കെ മെയിൻ ആളിട്ട. നല്ല ക്രിസ്പി, അടിപൊളി. ഇതൊക്കെ സാധനങ്ങൾ ഇതൊക്കെ ഇറക്കണം. ചേച്ചി റെഡി അല്ലേ? എല്ലാതും സെറ്റല്ലേ? അപ്പൊ ഗൈസ്, നമ്മുടെ ഗ്ലോബൽ വില്ലേജിലേക്ക് കയറുന്നു. ഗൈസ്, ഞങ്ങളിത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കട്ടാ. വഴി ഇങ്ങനെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത് അമേരിക്കയുടെ പവലിയനിലാണ്. ഇപ്പൊ ഇപ്പുറത്ത് നോക്കിയാൽ നമ്മുടെ തായ്ലൻഡ്, കൊറിയ ഒക്കെ ഉണ്ട്. അവിടെ സ്റ്റേജ് നമ്മളെ BTS ഒക്കെ പരിപാടി നടക്കൂട്ടോ അവിടെ. ഇതെന്റെ മേമയുടെ മക്കൾക്കുള്ള ഡെഡിക്കേഷനാണ്. അവര് BTS ഭയങ്കര ഫാൻസാണ്. BTS ഒക്കെ പ്രോഗ്രാം വരും ഇവിടെ. പക്ഷെ ഇന്നില്ല, അവരൊക്കെ വരാറുണ്ട് പ്രോഗ്രാം.
BTS ഒക്കെ പ്രോഗ്രാം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല, നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇപ്പൊ എല്ലാരും BTS ഫാൻസ് ഒക്കെ അല്ലേ. അമേരിക്കയുടെ യൂറോപ്പിന്റെ പൗലിയൻ ഇതൊന്നും എടുത്ത് തീരില്ല, അത്രയുണ്ട് എടുക്കാൻ. അങ്ങനെ അവസാനം അന്വേഷിച്ച് നടന്നത് ആ പുണ്ണിയുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എത്തി. ആ പുണ്ണിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇവിടെ കയറാം. നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇവിടെ നല്ല തിരക്കാ, ഇവിടെ നമുക്ക് നിക്കാൻ പറ്റില്ല, ആ മാതിരി തിരക്ക ഇവിടെ. ക്രിസ്മസ് ആയതിന്റെ ആഘോഷങ്ങൾ തുടങ്ങുക. പുണ്ണിക്ക് ഒക്ടോപ്പസ് കഴിക്കാം. നമ്മള് ഒക്ടോപ്പസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പുണ്ണിക്ക് ഒക്ടോപ്പസ് കഴിക്കണം എന്നാണ് ഒക്ടോപ്പസ് പറഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, കാരണം ഇവിടെ നല്ല തിരക്കുണ്ട്. ഇവിടെ ഒരു റേറ്റ് ഒക്കെ കൂട്ടി എല്ലാത്തിനും. ഇത് ട്രെൻഡാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് വെച്ചാൽ, ഭയങ്കര ട്രെൻഡിങ് ആയ ഒരു സംഭവം കേട്ടോ. പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഗ്ലോബൽ വില്ലേജ്, അതാണ് കുറച്ച് റേറ്റ് ആണ്. ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. കുറച്ച് ഒരു 3-4 മാസം കഴിയുന്നതോടും റേറ്റ് കുറഞ്ഞു വരും. അപ്പൊ നമ്മൾ ഇനി അതൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം വേറെ സ്ഥലങ്ങളിൽ പോകാൻ. തായ്ലൻഡ് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. സ്റ്റൈൽ ഭക്ഷണം പുണ്ണീരെ ഒക്ടോപ്പസ് എത്തിയിരിക്കുകയാണത്. നല്ല സന്തോഷമാണ് ഇത് നാരങ്ങ പിഴിഞ്ഞിട്ട് കഴിച്ചു കാണിച്ചിട്ട്. കഴിക്കാൻ പോകുന്നു അടിച്ചെടുക്കുക. ശരിക്കും ഇവരുടെ ഒരു സോസ്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ടേസ്റ്റ് വരുന്നത് ഇവിടെ പ്രത്യേക സോസ്, ഇതാണ് സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴാട്ടോ അതിന്റെ ടേസ്റ്റ് കിട്ടാം. എല്ലാ ഫുഡ് റെഡിയും കഴിഞ്ഞ് ഞങ്ങളിത് നേരെ ഇനി ചേച്ചിയുടെ പ്രോഗ്രാം കാണാൻ പോണ്. അപ്പം നമുക്ക് ഈ നേരെ ചേച്ചിയുടെ പ്രോഗ്രാമിലേക്ക് പോവാം. Line team, can I request the choreographer? Oh, there she is. Hi. Hi. My God, each time that I see, I'm in love with the performance. You're so good. All the kids are very, very talented, very nicely performed. And you know, you've made yoga so interesting. I do yoga, as I told you, but this is like mind-blowing. Fantastic performance. Ladies and gentlemen, zordar taaliyan baja dijiye. Thank you. Very nice performance, very innovative, very interesting. I loved it. Thank you so much. Thank you. Thank you very much. അപ്പൊ ഗായ്സ് നമ്മള് എല്ലാം കഴിഞ്ഞതേ പുറത്തിറങ്ങി. ഇനി ചേച്ചിയുടെ പരിപാടിയൊക്കെ ഉണ്ട്, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു.
അത് നിങ്ങളിതിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടോ, ഞങ്ങൾ വ്ളോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങൾ യൂറോപ്യൻ പൗലിലൊന്ന് പോകും. ഗൈസ് ഈജിപ്ത് കാണിക്കാനോ അല്ല ഇറാഖ് ഇല്ല നേരെ പോകുമ്പോഴാ യൂറോപ്പ് വരും. ഒരു പിസ്സ പറഞ്ഞിരിക്കുകയാണ്. പിസ്സ ലംഗോസ് ചിക്കൻ ചിക്കൻ പിസ്സയാണ് പറഞ്ഞിട്ടുള്ളത്. വിസ്കുണ്ട് ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീരില്ല കേട്ടോ ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് നമുക്ക് ഓരോന്ന് എല്ലാം കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം, ഓരോന്ന് കാണാം. ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഒരുപാട് ഫുഡ് ഐറ്റംസും കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോ പൗലിൻ്റെ ഉള്ളിലേക്ക് പോണ വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇന്ത്യ അങ്ങനെ നമ്മളിപ്പോൾ കവർ ചെയ്തു. നിവി ചേച്ചിയുടെ ഷോ നടന്നത് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ നമ്മൾ അത് കവർ ചെയ്തിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ നടന്ന് കണ്ടു. ഇന്ന് നമുക്ക് ഓരോന്നിലേക്ക് പോവാം. ഫുഡ് കാണുമ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ട് ഓടാൻ നോക്കും. ആദ്യം നമ്മൾ ആഫ്രിക്കൻ പൗലിയിലാണ് കയറുന്നത്. ആഫ്രിക്കൻ പൗലിയെന്ന് വെച്ചാൽ ഒരുപാട് ക്രീംസ് കാര്യങ്ങൾ, പിന്നെ സ്ക്രബൊക്കെ അടിപൊളി സാധനം കേട്ടോ അവിടുത്തെ. ഈ കാണുന്നതാണ് ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം, ഷിയ ബട്ടർ. ഇതൊക്കെ നല്ല അടിപൊളി സാധനം കേട്ടോ. അടുത്തത് നമ്മൾ തായ്ലൻഡിലേക്കാണ് പോകുന്നത്. തായ്ലൻഡിന്റെ ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാങ്ങയുണ്ട്. ഈ കാണുന്നതാണ് തായ്ലൻഡിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ഫ്രൂട്ട്സ്, മാങ്ങ. നല്ല അടിപൊളി മാങ്ങ തായ്ലൻഡിൻ്റെ, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇനി നമ്മളെടുത്തത് കവർ ചെയ്യാൻ പോകുന്നത് കൊറിയ കേട്ടോ. കൊറിയ എന്ന് വെച്ചാൽ പറയണ്ടല്ലോ, ഒരുപാട് കോസ്മെറ്റിക്സ് ബ്യൂട്ടി കോൺഷ്യസ് ആയ ആൾക്കാരല്ലേ, നല്ല ഭംഗിയുള്ള ആൾക്കാരല്ലേ കുറച്ചുകൂടി അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ടുള്ള ഒരിതാണ്. കൊറിയയിൽ കയറി കഴിഞ്ഞാൽ തന്നെ ബ്യൂട്ടി കോൺഷ്യസും ബ്യൂട്ടിയുടെ പരമായിട്ടുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അടുത്തത് നമ്മൾ പോകുന്നത് ജപ്പാനിലാണ്. ജപ്പാൻ പൗലിയും കവർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്ന വ്യക്തിനെ കണ്ട നമ്മളെ പറഞ്ഞ അതുപോലെ വരച്ചു തരും. തായ്ലൻഡിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ചീസ് കേക്ക്. ഇതിവിടെ ഒരുപാട് ഹാൻഡി ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുബേരനുണ്ട്, ബുദ്ധുണ്ട്, തവള, അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അതിമനോഹരമായി നല്ല രസത്തിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ വിയറ്റ്നാം ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ വരുന്നത് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഓ എന്താ ഭംഗിയല്ലേ. ഈ മസാലയാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ശ്രീലങ്ക പോലെ എത്തുമ്പോൾ ഞങ്ങളുടെ പാപ്പനെയും മേമനെയാണ് ഓർമ്മ വരുന്നത്. അവർ ശ്രീലങ്കയിലായതുകൊണ്ട്. ഈ കാണുന്നതാണ് ശ്രീലങ്കൻ പൗലിയനിലെ ക്രാഫ്റ്റ് ഹൗസ്. ഒരുപാട് നമ്മുടെ ചിരാത് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഇത് പാർട്ടീഷൻ ചെയ്തതാണ്. ഇതിൽ പകുതി ഭാഗം ബംഗ്ലാദേശും പകുതി ഭാഗം ശ്രീലങ്കനാണ്. ശ്രീലങ്കൻ ഐറ്റംസാണ് ഈ ക്രാഫ്റ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ വരുന്നത്, ചിരാത് അങ്ങനത്തെ. ബംഗ്ലാദേശിൻ്റെയാണ് ഈ ഡ്രസ്സ് ഐറ്റംസൊക്കെ ബംഗ്ലാദേശിൽ വിടും. റൈഡിങ് ഉണ്ടോ? കുതിരല്ല ഒട്ടകം. കുതിര
ഇവിടെ ഈ കാണുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഈ പഴയ രീതിയിലുള്ള നിർമ്മിതിയിലുള്ള സംഭവങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് നമുക്ക് ട്രഡീഷണൽ സ്റ്റൈലിലേക്ക് പോകാൻ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ട്രഡീഷണൽ സ്റ്റൈലൊക്കെ ഓർമ്മ വരും നമുക്ക് ഭയങ്കരമായിട്ട്. ക്രിസ്മസിൻ്റെ ഒരു വലിയ ട്രീ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് റോസാപ്പൂവിൻ്റെ ദീപാവലി സ്നാക്സ് ദീപാവലി ഉണ്ടായിരുന്നില്ല. സംഭവം അന്ന് വരുമ്പോൾ ഈ കാണുന്നത് ഗ്ലോബൽ വില്ലേജിൻ്റെ ഓവറോൾ മാപ്പാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ട്, എവിടെയൊക്കെ പോയാൽ എന്തൊക്കെ കിട്ടും എന്നുള്ളതാണ് ഈ മാപ്പിൽ അവർ കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവൈലബിൾ ആട്ടോ. നമുക്ക് ഇവിടെ ഒരു മ്യൂസിക് ഷോയും ഒരു ലൈറ്റ്, അതിൻ്റെ ഉള്ളിൽ നല്ല ലൈറ്റൊക്കെ വന്ന് അങ്ങനെ ഫയറൊക്കെ പോയിട്ടൊരു ഷോയാണ് ഇട്ടത്. അത് കാണാൻ പറ്റും ഇപ്പോൾ കാണാതെ. ഇനി നമ്മൾ പോകുന്ന പൗര്യം യമനാണ്. യമനിൽ എന്ന് വെച്ചാൽ ഒരുപാട് പ്രത്യേക തരത്തിലുള്ള തേനകൾ കിട്ടണ ഒരു ഇത് യമനിലാണുള്ളത്. പൊന്നെ ഇതല്ലേ വൈറ്റ് ഹണി. ഇവിടുത്തെ അടുത്ത് ചെല്ലുമ്പോൾ രാജകീയ സ്റ്റൈലിലുള്ള കുറേ വാളും കത്തിയൊക്കെ വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു പ്രത്യേകതരം ട്രഡീഷണൽ സ്റ്റൈൽ, ഇവിടുത്തെ രാജാക്കന്മാരുടെ ഒരു സ്റ്റൈലിലാണ് വെച്ചിരിക്കുന്നത്. അവസാനിക്കുകയാണ്. നല്ല സുന്ദരമായ നിമിഷങ്ങൾ അവസാനിച്ചിട്ടില്ല, പുറത്തിറങ്ങിയിട്ട് കൂടി വാഷ്റൂം, അത് മെയിൽ ടോയ്ലറ്റ്. ക്യാമറമാൻ ചേച്ചിയോടൊപ്പം അതെ ടോയ്ലറ്റ് ടോയ്ലറ്റ് എടുത്ത് പറയട്ടെ ഭംഗി നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ്. ടോയ്ലറ്റിന്റെ ഭംഗി എടുത്ത് പറയണ്ടല്ലേ, നല്ല രസമുണ്ടല്ലേ. ടോയ്ലറ്റ് ഒരു പ്രത്യേക രസത്തിലാട്ടോ അവര് ചെയ്തിരിക്കുന്നത്.
അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിൽ. ഒരുവിധം എല്ലാതും കണ്ടു. പക്ഷെ എല്ലാതും നമുക്ക് കവർ ചെയ്യാൻ ഒരു ദിവസം പറ്റില്ല. ഒരു കുറച്ച് ദിവസമൊക്കെ എടുത്താലേ നമുക്ക് അതിൻ്റെ മൊത്തം കണ്ടു കഴിയാൻ പറ്റുള്ളൂ. പിന്നെ ലോകത്തുള്ള എല്ലാ ഫുഡും നമ്മുടെ ഗ്ലോബൽ വില്ലേജിൽ കിട്ടും. അത്രയധികം സാധനങ്ങളുണ്ട് ഗ്ലോബൽ വില്ലേജിൽ എന്ന് വെച്ചാൽ. ഒരുപാട് കാണാനുണ്ട്. നടന്ന് കാല് കഴിച്ചൊരു വിദ്യാവും നമുക്ക് ശരിക്കും പറഞ്ഞാൽ. പിന്നെ നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ ചേച്ചിയിലൊക്കെ ഇറങ്ങണ്. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ക്യാമറമാൻ ചേച്ചിയോടൊപ്പം കീർത്തി എൻ്റെ പുണ്ണി.